Hello everyone, welcome back to my channel Learn with Nauf. അപ്പോൾ നമ്മൾ സോളിഡ്സ് എന്ന് പറയുന്ന 10th സ്റ്റാൻഡേർഡിന്റെ ചാപ്റ്റർ ആണ് കഴിഞ്ഞ 2-3 വീഡിയോ സെക്ഷനുകളിലായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിലെ നമ്മൾ ബേസിക് ടേംസുകൾ പഠിച്ചു, അതിലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സുകൾ പഠിച്ചു, റിലേഷൻസുകൾ പഠിച്ചു. അതിനുശേഷം അതിലെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഇമ്പോർട്ടന്റ് പ്രോബ്ലംസുകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബേസ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും പ്രാക്ടീസ് ചെയ്തു. സോ അതൊക്കെ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് അതിനെ ബേസ് ചെയ്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് അതൊന്നുകൂടെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സോ ഈ സെക്ഷനിൽ നമുക്ക് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് 2020, 2019, 2018 ഇയേഴ്സുകളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ്, എത്രയൊക്കെ മാർക്കിലാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് 2020യിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. The figure of a square sheet of paper is shown below. Length of one side of the paper sheet is 36 centimeters and AB is 10 centimeters. The shaded portion is cut out and folded into square pyramid. So നമുക്ക് ആ ഫിഗർ താഴെ തന്നിട്ടുണ്ട്. AB 10 centimeter എന്നും ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് എ പേപ്പർ 36 centimeter എന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഓരോ സബ് ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ബേസ് എഡ്ജ് ഓഫ് ദ പിരമിഡ്? സോ ഇവിടെ നമുക്ക് എ ബി ഈസ് ഈക്വൽ ടു 10 centimeter എന്ന് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കത് ഫിഗറിൽ നോക്കുമ്പോൾ കാണാം. ഇറ്റ് ഈസ് ദ ബേസ് എഡ്ജ് ഓഫ് ദി പർട്ടിക്കുലർ സ്ക്വയർ പിരമിഡ്. അപ്പോൾ നമുക്ക് ബേസ് എഡ്ജ് 10 centimeter ആയിട്ട് കിട്ടും. ദാറ്റ് ഈസ് ബേസ് എഡ്ജ് ഇസ് ഈക്വൽ ടു 10 centimeter. ദെൻ നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ പിരമിഡ്? സോ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ പിരമിഡ് കണ്ടുപിടിക്കുന്നത് ഇവിടെ നമുക്ക് പ്രൊവൈഡഡ് ആയിട്ടുള്ള 2 വാല്യൂസുകളാണുള്ളത്. ഒന്ന് വൺ സൈഡ് ഓഫ് ദി പേപ്പറിന്റെ ലെങ്ത്തും മറ്റൊന്ന് ബേസ് എഡ്ജും. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് കിട്ടും, വിച്ച് ഈസ് 13 centimeters. ഓക്കെ, തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫൈൻഡ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദ പിരമിഡ്. ലാറ്ററൽ സർഫസ് ഏരിയയുടെ ഫോർമുല എന്താണ്? ഇറ്റ് ഈസ് 2AL, where A is the base edge, L is a slant height. ഇത് രണ്ടും നമുക്കുണ്ട്. സോ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ദാറ്റ് ഇസ് 2 into 10 into 13, which is equal to 260 centimeter square. ഓക്കെ, എപ്പോഴും യൂണിറ്റ് ഒക്കെ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതുക. ഇതാണ് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. A sector of radius 12 centimeters and central angle 120 degree is rolled up into a cone. ഒരു റേഡിയസ് 12 centimeter ഉള്ള സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ഉള്ള ഒരു സെക്ടർ കോണായിട്ട് റോളപ്പ് ചെയ്തു. സോ നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ? ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം ഒരു സെക്ടർ എന്ന് പറയുന്നത്, ഇതൊരു സെക്ടർ ആണെങ്കിൽ അത് നമ്മൾ റോളപ്പ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ റേഡിയസ് ആയിട്ട് വരും. ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് വരും. സോ റേഡിയസ് ഓഫ് ദ സെക്ടർ തന്നെയാണ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ. അപ്പൊ നമുക്കിവിടെ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ എന്തായിട്ട് കിട്ടി? റേഡിയസ് ഓഫ് ദി സെക്ടർ, അത് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 12 centimeters. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഇസ്, ഫൈൻഡ് ദ റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ. നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് ഓൾറെഡി കിട്ടി. ഇനി റേഡിയസ് എന്ന് പറയുന്നത്, നമുക്ക് റേഡിയസ് ഓഫ് ദ കോൺ കിട്ടാൻ വേണ്ടിയിട്ട് L into X by 360 degree എന്നുള്ളൊരു ഫോർമുല നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസുകൾ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. എക്സിന്റെ, അതായത് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്തൊരു ഫോർമുലയാണ്. അതിൽ നിന്ന് റേഡിയസ് കണ്ടുപിടിക്കാനായിട്ടുള്ളതായിട്ട് R is equal to L into X by 360 degree എന്നാക്കി. നൗ നമ്മുടെ കയ്യിലുള്ള വാല്യൂസുകൾ എഴുതുക. ദാറ്റ് ഇസ് 12 into 120 divided by 360 degree. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് നമുക്ക് കിട്ടും, ദിസ് ഇസ് 4 centimeters. അപ്പൊ നമുക്ക് റേഡിയസ് ഓഫ് ദി കോൺ കിട്ടി. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഹൈറ്റ് ആണ്. ഹൈറ്റ് ഓഫ് ദി കോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് സ്ലാൻഡ് ഹൈറ്റ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഇസ് ദിസ് ഇസ് ഈക്വൽ ടു 12 square minus 4 square, which is equal to 8 root 2 centimeters. ഓക്കെ, അതായത് ഇതാണ് നമ്മുടെ ഹൈറ്റ്. ഇവിടെ നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് ഉണ്ട്, റേഡിയസും ഉണ്ട്. സോ ബൈ പൈത്തഗോറസ് തിയറം ആണ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, now the third sub question is, what is the central angle of the sector to be used to make a cone of base radius root 2 centimeters and height 4 centimeters? So ഒരു 120 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ള ഒരു സെക്ടർ റോൾ ചെയ്തപ്പോഴാണ് നമുക്ക് ഹൈറ്റ് 8 root 2 റേഡിയസ് 4 centimeter ഉള്ള ഒരു കോൺ ഫോം ചെയ്തത്. ഇനി
റേഡിയസ് √2ഉം ഹൈറ്റ് 4 സെന്റിമീറ്റർ ഉള്ള ഒരു കോൺ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എത്ര സെൻട്രൽ ആംഗിൾ ഉള്ള ഒരു സെക്ടർ റോൾ ചെയ്താലാണ് നമുക്ക് അങ്ങനെ ഒരു കോൺ ഫോം ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് സെൻട്രൽ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണിത് ശരിക്കും. ഇവിടെ നമുക്ക് സ്ലാന്റ് ഹൈറ്റ് വേണം, റേഡിയസും വേണം. ഇതാണ് നമ്മുടെ സെൻട്രൽ ആംഗിൾ. സോ സ്ലാന്റ് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഹിയർ L is equal to square root of h square plus r square. സെയിം അതേ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് തന്നെ നമുക്ക് ഹൈറ്റും റേഡിയസും ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കോൺ പ്രൊവൈഡഡ് ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് സ്ലാന്റ് ഹൈറ്റ് കിട്ടും വിച്ച് ഇസ് 3√2 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹിയർ r is equal to L into x by 360 ആണല്ലോ അല്ലേ, നമ്മൾ എബോവ് ചെയ്തതുപോലെ. ഇവിടെ നമുക്ക് r-ന്റെ വാല്യൂ അറിയാം, ദാറ്റ് ഇസ് √2 is equal to സ്ലാന്റ് ഹൈറ്റിന്റെ വാല്യൂ അറിയാം 3√2 into x by 360 ഡിഗ്രി. ഇത് ഇവിടുന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേറ്റ് ചെയ്ത് ഇതിനെ ഡിവൈഡഡ് ബൈ 3√2 ചെയ്ത് കഴിയുമ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിട്ട് വരും. സോ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ 120 ഡിഗ്രി ആവും വെൻ വി ഹാവ് ടു കൺസ്ട്രക്ട് എ കോൺ ഓഫ് റേഡിയസ് √2 ആൻഡ് ഹൈറ്റ് 4. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലാസ്റ്റത്തത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദ റേഡിയസ് ഓഫ് എ സോളിഡ് സ്ഫിയർ ഇസ് 6 സെന്റിമീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് വോളിയം ആൻഡ് സർഫസ് ഏരിയ. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഫിഗർ ഒന്നും പ്രൊവൈഡഡ് അല്ല, ജസ്റ്റ് ഒരു സോളിഡ് സ്ഫിയർ 6 സെന്റിമീറ്റർ റേഡിയസ് ആണ്. അതിന്റെ വോളിയവും സർഫസ് ഏരിയയും കാൽക്കുലേറ്റ് ചെയ്യുക. സിമ്പിൾ ആണ്, കാരണം അതിന്റെ ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രൊവൈഡഡ് ആയിട്ടുള്ളത് അത് ആദ്യം എടുത്ത് എഴുതുക. ഓക്കെ, ദെൻ നമുക്ക് വോളിയം ഓഫ് എ സ്ഫിയർ എന്ന് പറയുന്നത് 4/3 പൈ r ക്യൂബ് ആണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4/3 പൈ 6 ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു 288 പൈ സെന്റിമീറ്റർ ക്യൂബ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം, പക്ഷെ ഇത്രയും ചെയ്താലും മാർക്ക് കിട്ടും. നെക്സ്റ്റ് സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം വിച്ച് ഇസ് 4 പൈ r സ്ക്വയർ. ദിസ് ഇസ് ഈക്വൽ ടു 4 പൈ 6 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 144 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ ഫോർമുലാസുകൾ എഴുതുക, അത് നിർബന്ധമാണ്. യൂണിറ്റുകൾ കറക്റ്റ് ആയിട്ട് എഴുതുക, അതും ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കട്ട് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ സോളിഡ് സ്ഫിയർ 2 ഈക്വൽ ഹാഫ്സുകളായിട്ട് കട്ട് ചെയ്തു. നമുക്ക് 2 ഹെമിസ്ഫിയേഴ്സ് കിട്ടി. വാട്ട് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ? വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ ഹെമിസ്ഫിയർ? അപ്പോൾ രണ്ടും ഈക്വൽ ആയിട്ടുള്ള ഹെമിസ്ഫിയർ ആണ്. അതായത് ഒരു ഹെമിസ്ഫിയർ രണ്ടുപേർക്കും സെയിം സർഫസ് ഏരിയയും സെയിം വോളിയം അങ്ങനെ തന്നെയായിരിക്കും. സോ നമുക്ക് 2 ഹെമിസ്ഫിയർ കിട്ടി. ടോട്ടൽ സർഫസ് ഏരിയയും വോളിയവുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വി ഹാവ് ഫോർ ഹെമിസ്ഫിയർ നമുക്ക് r is equal to 6 സെന്റിമീറ്റർ തന്നെയാണ്, കാരണം റേഡിയസ് സെയിം തന്നെയായിരിക്കും. കാരണം ആ സ്ഫിയറിൽ നിന്നാണല്ലോ നമ്മൾ അതിനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. നൗ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 3 പൈ r സ്ക്വയർ. ഹെമി സ്ക്വയറിന്റെ കേസിൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 3 പൈ r സ്ക്വയർ ആണ്. 3 പൈ ഇൻറ്റു 6 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 108 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നൗ ദ വോളിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2/3 പൈ r ക്യൂബ്. ഈ ഫോർമുലാസ് ഒക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ബാക്കിയൊക്കെ ബേസിക് കാൽക്കുലേഷൻസുകളൊക്കെ സിമ്പിൾ ആയിരിക്കുമല്ലോ. 2/3 പൈ ഇൻറ്റു 6 ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു 144 പൈ സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. നെക്സ്റ്റ് 2019 മാർച്ചിൽ നടന്ന SSLC എക്സാമിൽ സോളിഡ്സിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. A circular sheet of paper is divided into 2 sectors. Central angle of one of them is 160 degree. So first sub question എന്ന് പറയുന്നത് what is the central angle of remaining sector? അപ്പോൾ 2 സെക്ടേഴ്സുകളുണ്ട്. ഒരു ഷീറ്റിൽ നിന്ന് 2 സെക്ടേഴ്സുകൾ ഡിവൈഡ് ചെയ്തെടുത്തു. അതിൽ ഒരെണ്ണത്തിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 160 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിമൈനിങ് ആയിട്ടുള്ള സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എന്താണ്? സോ ഹിയർ വി ഹാവ് ഫസ്റ്റ് സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് 160 ഡിഗ്രിയും തന്നിട്ടുണ്ട്. therefore സെക്കൻഡ് സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി മൈനസ് 160 ഡിഗ്രി വിച്ച് ഇസ് ഈക്വൽ ടു 200. സിൻസ് 360 ഡിഗ്രി ആണ് ടോട്ടൽ സം ഓഫ് സെൻട്രൽ ആംഗിൾ. സം ഓഫ് സെൻട്രൽ ആംഗിൾസ്
360 ഡിഗ്രിയാണ്. അപ്പോൾ ഓൾറെഡി 160 ഡിഗ്രിയാണ് ഫസ്റ്റ് വണ്ണിന് തന്നിരുന്നത്. അതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈനിങ് സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ കിട്ടും. ഓക്കെ, നൗ ദ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഇസ് ദീസ് സെക്ടേഴ്സ് ആർ ബെൻഡ് ഇൻ ടു കോൺസ് ഓഫ് മാക്സിമം വോളിയം. If the radius of the small cone is 8 cm, what is the radius of the other? So, smaller cone radius നമുക്ക് R1 എന്ന് ഡിനോട്ട് ചെയ്താൽ it will be 8 cm. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് other സെക്ടറിന്റെ റേഡിയസ് ആണ്. So, here we have R1 is equal to Lx by 360 degree. Okay. Therefore, R1 by L is equal to x by 360 degree. Therefore, L is equal to R1 എന്ന് പറയുന്നത് എന്താണ് 8 അല്ലേ. So, 360 degree into 8 divided by 160 degree. First സെക്ടറിന്റെ കേസിൽ 160 degree ആണ് സെൻട്രൽ ആംഗിൾ. Therefore, we get the slant height as 18 cm. ഇനി ഈ സ്ലാൻഡ് ഹൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് സെക്ടറിന്റെ റേഡിയസ് ഇതേ ഫോർമുല യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് R2 is equal to R2 by L is equal to x by 360 degree, which implies R2 is equal to 200 by 360 degree into slant height എന്ന് പറയുന്നത് 18. This will be equal to 10 centimeters. അപ്പോൾ നമുക്ക് അതർ സെക്ടറിന്റെ റേഡിയസും കിട്ടി. Now the third sub question is what is the slant height of the cones? കോൺസിന്റെ സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്? കോൺസിന്റെ സ്ലാൻഡ് ഹൈറ്റ് നമുക്ക് ഓൾറെഡി റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ തന്നെ കിട്ടി. Therefore the slant height of the cones is equal to 18 centimeter. ഇത്രയേ ഉള്ളൂ. 4 മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് വൺ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താന്ന് നോക്കാം. റേഡിയസ് ഓഫ് എ സിലിണ്ടർ ഇസ് ഈക്വൽ ടു ഇറ്റ്സ് ഹൈറ്റ്. ഇഫ് ദ റേഡിയസ് ഈസ് ടേക്കൺ ആസ് ആർ, വോളിയം ഓഫ് ദ സിലിണ്ടർ ഇസ് പൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ വിച്ച് ഇസ് ഈക്വൽ ടു പൈ ആർ ക്യൂബ്. ലൈക്ക് ദിസ് ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ്സ് വിത്ത് ദ ഫോളോയിങ് മെഷേഴ്സ്. അതായത് ഒരു സിലിണ്ടറിന്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ റേഡിയസും ഹൈറ്റും ഈക്വൽ ആണെങ്കിൽ നമ്മൾ റേഡിയസിനെ ആർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും വോളിയം ഓഫ് എ സിലിണ്ടർ എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച് അല്ലേ. ഈ ഹൈറ്റും റേഡിയസും സെയിം ആവുമ്പോൾ നമുക്ക് പൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈ ആർ ക്യൂബ് എന്ന് കിട്ടുമല്ലോ അല്ലേ. അങ്ങനെ എന്തെന്ന് കിട്ടും? വോളിയം എന്ന് പറയുന്നത് പൈ ആർ ക്യൂബ് എന്ന് കിട്ടും ഓഫ് എ സിലിണ്ടർ. അതേപോലെ നമുക്ക് താഴെ തന്നിരിക്കുന്ന ആ ടേബിളിൽ വോളിയമുകൾ ഫില്ല് ചെയ്യാം വിത്ത് ഗിവൺ വാല്യൂസ്. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോളിഡിലെ കോൺ ആണ് തന്നിരിക്കുന്നത്. അവിടെ റേഡിയസും ഹൈറ്റും ആർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് കോൺ. കോണില് റേഡിയസ് എന്ന് പറയുന്നത് ആറാണ്, ഹൈറ്റ് എന്ന് പറയുന്നതും ആറായിട്ടാണ് തന്നിരിക്കുന്നത്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വോളിയമാണ്. ആക്ച്വലി വോളിയം ഓഫ് എ കോൺ എന്താണ്? ഇറ്റ് ഈസ് 1/3 പൈ ആർ ക്യൂബ്. ഓക്കെ, ദാറ്റ് ഈസ് 1/3 പൈ ആർ ക്യൂബ്. നെക്സ്റ്റ് സോളിഡ് എന്താണ്? ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയറിനകത്ത് റേഡിയസ് ആറായിട്ടാണ് തന്നിരിക്കുന്നത്. അതിന്റെ വോളിയം എന്താണ്? 2/3 പൈ ആർ ക്യൂബ്. നെക്സ്റ്റ് സോളിഡ് സ്ഫിയർ ആണ്. അതിന്റെ റേഡിയസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആറാണ്. റേഡിയസ് 6 യൂസ് ചെയ്തിട്ട് നമുക്ക് വോളിയം ഓഫ് എ സ്ഫിയർ എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ്. നിങ്ങൾക്ക് ഈ ഫോർമുല ഓൾറെഡി അറിയാൻ പറ്റും. പ്രോബ്ലംസുകളൊക്കെ ചെയ്ത് ക്ലിയർ ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, ഇത്രയും എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് മാർക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള സബ് ക്വസ്റ്റ്യൻസുകൾ കൂടി കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് 5 മാർക്സ് കംപ്ലീറ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ടേബിൾ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും സബ് ക്വസ്റ്റ്യൻസുകളിൽ ചോദിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന മിക്ക ക്വസ്റ്റ്യൻസുകളും ശ്രദ്ധിച്ചറിയാം. ചിലപ്പോൾ സബ് ക്വസ്റ്റ്യൻ എ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബിയും സിയും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം അതിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെയായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ നമ്മൾ ടേബിൾ ഇത് ഫില്ല് ചെയ്തില്ലേ, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും സബ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുക. എന്തൊക്കെയായിരിക്കും നോക്കാം. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വോളിയം ഓഫ് കോൺ, ഹെമിസ്ഫിയർ, സിലിണ്ടർ ആൻഡ് സ്ഫിയർ. അപ്പൊ നമുക്ക് ഓൾറെഡി കോണിന്റെയും ഹെമിസ്ഫിയറിന്റെയും സ്ഫിയറിന്റെയും സിലിണ്ടറിന്റെയും ഓൾറെഡി നമ്മൾക്ക് അറിയാം. ഇവരുടെ റേഷ്യോ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത് കോണിന്റെ ഇസ് ടു
ഹെമിസ്ഫിയറിന്റെ സിലിണ്ടറിന്റെ is to സ്ഫിയറിന്റെ വോളിയം. ഇവരുടെ റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവരെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/3 is to 2/3 is to 1 is to 4/3. ഇനി നമുക്ക് ഇതിനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ 1 is to 2 is to 3 is to 4. This is the ratio. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. A solid metal sphere of radius 6 cm is melted and recasted into solid cones of radius 6 cm and height 6 cm. Find the number of cones. നമുക്ക് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? റേഡിയസ് ഓഫ് സ്ഫിയർ അറിയാം, which is 6 cm. Then റേഡിയസ് ഓഫ് കോൺ എന്ന് പറയുന്നത് 6 cm ആണ്. ഓൾസോ ഹൈറ്റ് ഓഫ് ദ കോണും തന്നിട്ടുണ്ട്, which is 6 cm. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര നമ്പർ ഓഫ് കോൺസുകൾ ആ ഒരു പർട്ടിക്കുലർ സ്ഫിയർ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ പ്രോബ്ലംസുകൾ ഒരുപാട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും പ്രാക്ടീസ് ചെയ്തപ്പോൾ കണ്ടതാണ്. സോ നമ്പർ ഓഫ് കോൺസുകൾ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? സോ നമ്പർ ഓഫ് കോൺസ് ഇസ് ഈക്വൽ ടു, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസുകൾ ചെയ്തപ്പോൾ ഈ ഒരു ഫോർമുലയെ കുറിച്ച് പറഞ്ഞായിരുന്നു. നമ്പർ ഓഫ് സ്ക്വയർ പിരമിഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കോൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതിൽ നിന്നാണോ നമ്മൾ റീകാസ്റ്റ് ചെയ്യുന്നത് അതിന്റെ വോളിയം ആദ്യം കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് വോളിയം ഓഫ് ദി സ്ഫിയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് കോൺ. Okay, we have the volume of the sphere as 4/3 pi r cube divided by volume of the cone is 1/3 pi r cube, which is equal to 4/3 by 1/3 is equal to 4. Therefore, the number of cones which can be recasted from a sphere for a given radius 6 cm is 4. നെക്സ്റ്റ് നമുക്ക് 2018 മാർച്ചിൽ നടന്ന SSLC എക്സാമിൽ സോളിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതാന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദ പെരിമീറ്റർ ഓഫ് ദ ബേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഇസ് 96 cm ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഇസ് 16 cm. സോ ഫസ്റ്റ് എന്തൊക്കെയാണ് പ്രൊവൈഡഡ് എന്നുള്ളത് എടുത്തെഴുതുക. ദാറ്റ് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ പിരമിഡ് ഓഫ് ദ ബേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഇസ് 96 cm and height is 16 centimeters. Now the first sub question is, what is the length of a base edge? അപ്പോൾ നമുക്ക് ഓൾറെഡി പ്രൊവൈഡഡ് ആയിട്ടുള്ള വാല്യൂസുകളിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യുന്നത് നോക്കാം. പെരിമീറ്റർ ഓഫ് എ ബേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത് ഇവിടെ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ആണ്. ഹിയർ ദ ബേസ് ഇസ് സ്ക്വയർ. ദിസ് ഇസ് ഈക്വൽ ടു 4a which is given as 96. From this we get a as 96 divided by 4 which is equal to 24 centimeters. Okay, അപ്പോൾ നമുക്ക് ബേസ് എഡ്ജ് കിട്ടി, which is a is equal to 24 centimeter. Second sub question is, what is the slant height? Slant height is denoted as L, which is equal to square root of height square plus a by 2 the whole square. ഇതെന്തുകൊണ്ടാണ് ഇതെങ്ങനെയാണ് ഈ ഫോർമുല കിട്ടുന്നത് ഞാൻ കഴിഞ്ഞ പ്രോബ്ലംസുകളിലൊക്കെ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് 16 സ്ക്വയർ പ്ലസ് നമ്മുടെ ബേസ് എഡ്ജ് എന്ന് പറയുന്നത് 24 ആണ്. സോ ഹാഫ് ദ ബേസ് എഡ്ജ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി 12. ഓക്കെ, 12 സ്ക്വയർ. ദിസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 144 plus 256 which is equal to square root of 400. This is equal to 20 centimeters. That is slant height of the square pyramid. Now the third sub question is, find the lateral surface area. അപ്പോൾ നമുക്ക് ബേസ് എഡ്ജ് കിട്ടി, സ്ലാൻഡ് ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ലാറ്ററൽ സർഫസ് ഏരിയയുടെ ഫോർമുല എന്ന് പറയുന്നത് 1/2 ഇൻറ്റു പെരിമീറ്റർ ഇൻറ്റു സ്ലാൻഡ് ഹൈറ്റ് which is equal to 1/2 ഇൻറ്റു ഇവിടെ പെരിമീറ്റർ എന്ന് പറയുന്നത് 96 ആണ്. സ്ലാൻഡ് ഹൈറ്റ് നമുക്കിവിടെ പ്രൊവൈഡഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 20 which is equal to 960 സെന്റിമീറ്റർ സ്ക്വയർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനത്തെയാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. A circular sheet with a radius 36 centimeters is divided into 4 equal sectors and one of them is bent into a cone.
അപ്പോൾ നമുക്ക് പ്രൊവൈഡഡ് ആയിട്ടുള്ളത് ഒരു സർക്കുലർ ഷീറ്റിന്റെ റേഡിയസ് ആണ്. അത് ആദ്യം എടുത്ത് എഴുതുക. ഇസ് ഈക്വൽ ടു 36 സെന്റിമീറ്റേഴ്സ്. ഈ സർക്കുലർ ഷീറ്റ് 4 ഈക്വൽ സെക്ടറുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ആ ഓരോ സെക്ടറിൽ നിന്ന് ഒരു സെക്ടർ ബെൻഡ് ചെയ്ത് കോണായിട്ട് ഫോം ചെയ്തു. സോ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ. അപ്പൊ അങ്ങനെ ഫോം ചെയ്ത ഒരു കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് എന്താണെന്നാണ് ചോദിച്ചത്. സോ ഇവിടെ നമുക്ക് ഓൾറെഡി പ്രൊവൈഡഡ് ആണ് റേഡിയസ് ഓഫ് ദ സർക്കുലർ ഷീറ്റ്. ഇതേ റേഡിയസ് തന്നെയായിരിക്കും നമ്മൾ 4 ഈക്വൽ ആയിട്ട് 4 സെക്ടേഴ്സ് ഫോം ചെയ്യുന്ന പറഞ്ഞില്ലേ, അവരുടെ റേഡിയസും. അപ്പൊ നമുക്കറിയാം ഒരു സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഫോം ചെയ്യുന്ന കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് ആയിട്ട് ഈക്വൽ ആയിരിക്കും. സോ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ആ റിലേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ദാറ്റ് ഈസ് സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ is equal to 36 centimeter. Reason നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതുക. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദ കോൺ. നൗ വി ഫൈൻഡ് ദ സ്ലാന്റ് ഹൈറ്റ്. ഇന്ന് നമ്മൾ കോണിന്റെ റേഡിയസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബൈ യൂസിംഗ് ദ റിലേഷൻ r is equal to lx by 360 degree നമുക്ക് റേഡിയസ് ഓഫ് ദ കോൺ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ x എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ ആണ്. ഇവിടെ ഓരോ സെക്ടറും 4 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ സർക്കുലർ ഷീറ്റ് ഡിവൈഡ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ 4 ഈക്വൽ പാർട്സ് എന്ന് പറയുമ്പോൾ ഓരോ സെക്ടറിന്റെയും ആംഗിൾ, സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ദിസ് ഇസ് 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 4. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു 36 into 90 divided by 360 degree, which is equal to 9 centimeters. അപ്പോൾ നമുക്ക് റേഡിയസ് ഓഫ് ദ കോൺ കിട്ടി. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ദ കർവ്ഡ് സർഫസ് ഏരിയ. സോ നമുക്കറിയാം കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു പൈ ആർ എൽ. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പ്രോബ്ലംസുകൾ ചെയ്തപ്പോഴും പറഞ്ഞു, മിക്ക ക്വസ്റ്റ്യൻസുകളിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന മിക്ക ക്വസ്റ്റ്യൻസുകളിലും ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അത് കണക്ട് ചെയ്തിട്ടായിരിക്കും മിക്ക റിമൈനിങ് ആയിട്ടുള്ള സബ് ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കുക. ഇപ്പോൾ നമുക്ക് സ്ലാന്റ് ഹൈറ്റും റേഡിയസ് ഒക്കെ ചോദിച്ചതിന് ശേഷമാണ് കർവ്ഡ് സർഫസ് ഏരിയ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ തേർഡ് സബ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ പൈ ഇൻറ്റു റേഡിയസ് നമുക്കറിയാം 9, സ്ലാന്റ് ഹൈറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു വിച്ച് ഇസ് 36. This is equal to 324 pi centimeter square. ഇതിൽ നമ്മൾ 324 ഇൻറ്റു വേണമെന്നുണ്ടെങ്കിൽ ഈ പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അന്നേരം ഞാൻ ഈ ഒരു പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള വാല്യൂസ് കൂടെ തരാം. ഓക്കെ, ദിസ് ഇസ് 1017.36 centimeter square is the curved surface area. ഇതിനകത്ത് ലോജിക്ക് യൂസ് ചെയ്യേണ്ട ഏത് കേസിലാന്ന് വെച്ചാൽ സെൻട്രൽ ആംഗിൾ ആണ്. ഒരു സർക്കുലർ ഷീറ്റ് ഈക്വൽ ആയിട്ട് 4 ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെക്ടറിന്റെയും ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിവൈഡ് ബൈ 4 90 ഡിഗ്രി ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ള ആൻസറുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് വിത്ത് 5 മാർക്സ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. The picture shows the shape of a boiler. The total height of the boiler is 12 meter and the diameter is 6 meter. The height of the cylindrical part is 6 meter. So, നമുക്ക് താഴെ ഒരു ഫിഗർ ആണ്, ഒരു ബോയിലറിന്റെ ഫിഗർ ആണ് തന്നിരിക്കുന്നത്. അതിനകത്ത് ആദ്യം എന്തൊക്കെയാണ് ഗിവൺ ആയിട്ടുള്ളതെന്ന് എടുത്ത് എഴുതാം. ഗിവൺ total height is equal to 12 meters. റേഡിയസ് നമുക്ക് ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്, 6 ആണ് ഡയമീറ്റർ, ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് 3 മീറ്റർ എന്ന് കിട്ടും. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ പ്രൊവൈഡഡ് ആണ്, ഈക്വൽ ടു 6 മീറ്റർ. പിന്നെ നമ്മൾ h എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം. വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ. അപ്പൊ അതിനകത്തൊരു കോൺ ഉണ്ട്, ഒരു ഹെമിസ്ഫിയർ ഉണ്ട്, ഒരു സിലിണ്ടർ ഉണ്ട്. അതിലെ ആ കോണിന്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ height of the cone is equal to total height il ninnu cylinderന്റെ height plus radius. This is equal to 3 meters. അപ്പോൾ height of the cone കിട്ടി. എപ്പോഴും എന്താണ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് എഴുതിയിട്ട് വേണം കാൽക്കുലേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാവില്ല എന്തിന്റെ വാല്യൂ ആണ് എഴുതിയിരിക്കുന്നതെന്ന്. ഓക്കെ, നൗ ഓൾസോ ഈ സബ് ക്വസ്റ്റ്യൻസിന്റെയും ഈ ഒരു ഇതും എടുത്തെഴുതുക.
ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാതെ. ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളാണ് എക്സാമിൻ്റെ ടൈമിൽ വരുത്തുന്നത്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഇസ് ഹൗ മെനി ലിറ്റേഴ്സ് ക്യാൻ ബി ബോയിലർ ഹോൾഡ്. ഇപ്പം എത്ര ലിറ്റേഴ്സ് ആ ഒരു പർട്ടിക്കുലർ ബോയിലറിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതിനർത്ഥം അതിന്റെ വോളിയം, ടോട്ടൽ ആ ഒരു ബോയിലറിന്റെ ഓവറോൾ വോളിയം ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് വോളിയം ഓഫ് ദ ബോയിലർ ഇസ് ഈക്വൽ ടു, അവിടെ ഏതൊക്കെ ഷേപ്പ് ആണുള്ളത്? ഒരു കോൺ ഉണ്ട്, സിലിണ്ടർ ഉണ്ട്, ഹെമിസ്ഫിയർ ഉണ്ട്. അവരുടെ എല്ലാവരുടെയും വോളിയത്തിന്റെ സം ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഒരു കംപ്ലീറ്റ് ബോയിലറിന്റെ വോളിയം കിട്ടുക. സോ വോളിയം ഓഫ് ദി കോൺ പ്ലസ് വോളിയം ഓഫ് ദി സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് ദി ഹെമിസ്ഫിയർ. ഇതിന്റെ ഫോർമുലാസ് എഴുതുക, അതിൽ വാല്യൂസുകൾ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്തൊക്കെയാണ് ഫോർമുലാസ്? വോളിയം ഓഫ് എ കോൺ എന്ന് പറയുന്നത് 1/3 pi r square h plus volume of the cylinder is pi r square h plus volume of the hemisphere is 2/3 pi r cube. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് 1/3 ഇൻറ്റു പൈ ഇൻറ്റു, ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, വാല്യൂസുകൾ ഓൾറെഡി പ്രൊവൈഡഡ് ആണ്. ഇതാണ് നമ്മുടെ റേഡിയസ്. ഓക്കെ, 3 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് നമുക്കറിയാം 6 പ്ലസ് പൈ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 6 പ്ലസ് 2/3 പൈ ഇൻറ്റു 3 ക്യൂബ്. ഇത് നിങ്ങൾ വാല്യൂസുകൾ കട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 പൈ പ്ലസ് 54 പൈ പ്ലസ് 18 പൈ which is equal to 81 പൈ മീറ്റർ ക്യൂബ്. ഓക്കെ, ഇവിടെ മീറ്ററിലാണ് എല്ലാം പ്രൊവൈഡഡ് ആയിട്ടുള്ളത്. സോ അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് മീറ്റർ ക്യൂബിലായിരിക്കും യൂണിറ്റ് ഉണ്ടാവുക. വിച്ച് ഇസ് ഈക്വൽ ടു 81 ഇൻറ്റു 3.14. ഇതിനകത്ത് നമുക്ക് പൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി ലിറ്റേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലിറ്റേഴ്സിലാണ് ആൻസർ വേണ്ടത്. സോ നമ്മൾ ഈ പൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദിസ് വിൽ ബി ഈക്വൽ ടു 254.34 എന്ന് വരും, വിച്ച് ഇസ് മീറ്റർ ക്യൂബ്. നമുക്ക് ലിറ്റേഴ്സിലാണ് ആൻസർ വേണ്ടത്. ഹെൻസ് the volume in liters is equal to 254.34 into 1000. ക്വസ്റ്റ്യനിൽ ഹിൻ്റായിട്ട് തന്നിട്ടുണ്ട് 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണെന്ന്. ക്വസ്റ്റ്യനിൽ ഹിൻ്റായിട്ട് നമുക്ക് ഓൾറെഡി പ്രൊവൈഡഡ് ആണ്. സോ ഈ ഒരു മീറ്റർ ക്യൂബിനെ ഇൻറ്റു 1000 ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ലിറ്റേഴ്സിലായിരിക്കും, വിച്ച് ഇസ് 2,54,340 ലിറ്റേഴ്സ്. സോ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. 2020, 19, 18 മാർച്ചിൽ നടന്ന SSLC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് സോളിഡിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ഇത് തന്നെ മര്യാദക്ക് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസുകളുടെ ആൻസർ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. മാർക്കുകൾ എളുപ്പത്തിൽ സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൽ വെച്ച് നിർത്തുന്നില്ല. എല്ലാ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും അവരെ ബേസ് ചെയ്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക എന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നത് വിത്ത് എക്സ്പ്ലനേഷൻ. ഇത് കഴിഞ്ഞ് എല്ലാ ചാപ്റ്റേഴ്സും 10th സ്റ്റാൻഡേർഡിന്റെ എടുത്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ ആൻസർ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.